സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും അടുത്ത് വരാനിരിക്കുന്ന പരീക്ഷയാണ് SSC CGL പരീക്ഷ അഥവാ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ. ഗ്രാജുവേഷനാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എല്ലാവർക്കും. അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് സെൽഫ് സ്റ്റഡിയും ഉണ്ട്, ഒന്ന് എക്സ്പേർട്ട് ഗൈഡൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്വന്തമായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതായത് നമ്മുടെ സെൽഫ് സ്റ്റഡി മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. സെൽഫ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുമ്പം നമ്മളതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആ എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. അതായത് എക്സാം പാറ്റേൺ അറിയണം, എക്സാം സിലബസ് അറിയണം. ഇതൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് എന്താണ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് ടൈം നമുക്കവിടെ ലാഗ് വരില്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഈ ഒരു എക്സാം പാറ്റേണിനകത്ത് വന്നിട്ടുള്ള സബ്ജക്റ്റുകളുടെ ആ ഒരു ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പണി. അപ്പോൾ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ആ ഒരു പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ മാത്സിൻ്റെയൊക്കെ ഒരു ടോപ്പിക്സൊക്കെ നോക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള, അതായത് ട്രഡീഷണൽ മെത്തേഡാണ് നമ്മളവിടെ യൂസ് ചെയ്യാൻ. ഒരു 100% നമ്മൾ അതായിരിക്കും യൂസ് ചെയ്യുക. നമുക്ക് ട്രിക്സോ അല്ലെങ്കിൽ ടിപ്സോ കാര്യങ്ങളോ ഒന്നും നമുക്കവിടെ അറിയാതെയായിട്ട് വരും. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് സ്റ്റാർട്ടിങ് ട്രബിളാണ്. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്കവിടെ വരാറുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈൻ പരീക്ഷയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഇത്ര ടൈമിനുള്ളിൽ വെച്ച് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്, അതായത് ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കും എന്നുള്ള ഒരു കാര്യത്തിലൊരു അവ്യക്തത നമുക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻസൊക്കെ ഏകദേശം ആവുന്ന സമയത്ത് മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മളവിടെ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്ന സ്റ്റഡി മെറ്റീരിയൽസോ കാര്യങ്ങളോ നമുക്ക് ലഭിക്കാതെയും വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേറെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളും അതുപോലെ PDFs കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും ഒരു സമയനഷ്ടം നമുക്കതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കും. അതായത് നമുക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു സെൽഫ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ടൈം കളയാണ്ട് നമുക്കൊരു എക്സ്പേർട്ട് ഗൈഡൻസ് എടുത്താലോ. അതായത് ഒരു എക്സ്പേർട്ടിൽ നിന്നും ഈ വക കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കം ടൈം നമുക്ക് കിട്ടിയാലോ. അതായത് അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പേർട്ടിനെ അപ്രോച്ച് ചെയ്യുമ്പം നമുക്ക് എങ്ങനെയാണ് എക്സാം എന്നും നമുക്ക് എങ്ങനെയാണ് ആ ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പേർട്ട് പറഞ്ഞു തരും. അതുകൂടാതെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും വീക്ക്ലി ടെസ്റ്റുകളും ഡെയിലി ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും അല്ലേ. പിന്നെ ഇത് കുറച്ച് കോസ്റ്റ് ആവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സക്സസ്സിലേക്കുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സക്സസ്സിലേക്ക് നയിക്കാവുന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റിലൂടെ നമുക്ക് വീക്കർ സെഷൻസ് അറിയാനും ആ ഒരു വീക്കർ സെഷൻസ് എങ്ങനെയാണ് സ്ട്രോങ് ആക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ എക്സ്പേർട്ട് പറഞ്ഞു തരികയും നമുക്ക് ചെയ്യും. അപ്പോൾ ഇതിനായിട്ട് ഒരു വൺ ടൈം സൊല്യൂഷൻ എൻട്രി ചെയ്താൽ നിങ്ങൾക്ക് സൂപ്പർ 30 ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഈ ഒരു സൂപ്പർ 30 ബാച്ചിലൂടെ നിങ്ങൾക്ക് ആദ്യത്തെ ഘട്ടം നമ്മുടെ SSC CGL പരീക്ഷയുടെ Tier 1 എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അത് കഴിഞ്ഞ് വരുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ വീക്കർ സെക്ഷൻസൊക്കെ അസസ് ചെയ്യാനും അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു അടുത്ത ഘട്ടത്തിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി അടുത്ത് വരാനിരിക്കുന്ന ഒരുപാട് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര പരിശീലനമാണ് അടുത്തൊരു ഘട്ടമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് Tier 2 എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തൊരു ഘട്ടമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൂപ്പർ 30 ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ 30 ബാച്ചിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗൂഗിൾ ഫോമിൽ എഴുതി ചോദിക്കാവുന്നതുമാണ്.